ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വചനദീപം പ്രയർ ഗ്രൂപ്പിലൂടെ പൊന്നിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് യുഎസിൽ നിന്ന് പൊന്നി നമ്മളോട് വോയിസിലൂടെ പറയുകയാണ്. കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച 3 വർഷങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമായി, ഒരു വാന്തിയായി നിൽക്കേണ്ടി വന്നതിനെ ഓർത്ത് ദൈവം കനിഞ്ഞു നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് പൊന്നിയുടെ ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പൊന്നി. ഞാനും എൻ്റെ ഹസ്ബൻഡ് ആദിത്യയും ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിരുന്നു. ഞങ്ങൾക്ക് 3 വർഷമായിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല. ഒരുപാട് അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ അമ്മ വഴിയാണ് എനിക്ക് ഷിജോ ബ്രദറിൻ്റെ നമ്പർ ലഭിച്ചത്. ഞങ്ങൾ ഷിജോ ബ്രദറിനെ വിളിച്ച് സംസാരിക്കുകയും ഷിജോ ബ്രദറിനോട് പ്രത്യേകം പ്രാർത്ഥന റിക്വസ്റ്റ് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഫെബ്രുവരി 2025 മുതൽ ബ്രദർ പ്രത്യേകം നടത്തിക്കൊണ്ടിരുന്ന ഗർഭിണികൾക്കും അതുപോലെ കുഞ്ഞുങ്ങളുണ്ടാവാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളും ഭാഗമാവുകയും അതിന് ഭാഗമായി ബ്രദർ ഞങ്ങൾക്ക് എങ്ങനെ ചെല്ലേണ്ട പ്രാർത്ഥന രീതികളും ഒക്കെ പറഞ്ഞു തന്നു. അതെല്ലാം ഞങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്തു. അങ്ങനെ ദൈവാനുഗ്രഹത്താൽ മാർച്ച് 10 ആയപ്പോഴേക്കും എൻ്റെ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞതിന് ശേഷവും ത്രൂ ഔട്ട് 9 months പ്രാർത്ഥിക്കേണ്ട രീതികളും കുറേ പ്രാർത്ഥനകളും ബ്രദർ ഞങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങളതെല്ലാം ഫോളോ ചെയ്തു. അതിൻ്റെ ഫലമായി 9 മാസം ആയി നവംബർ 30 ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന നിയോഗമാതാവിനും ഈശോപ്പയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിച്ച ഷിജോ ബ്രദറിനും 1000 നന്ദി. പൊന്നിക്ക് ദൈവം നൽകിയ ഈ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വചനദീപം പ്രാർത്ഥനാ ഗ്രൂപ്പിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഒരുപാട് പേർക്ക് ഇപ്പോഴും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ പ്രാർത്ഥനയാണ്. ഓരോ സാക്ഷ്യങ്ങൾ കാണുമ്പോഴും ഓരോരുത്തർ ചോദിക്കാറുണ്ട്, ആ പ്രാർത്ഥന എനിക്ക് തരാമോ, ഈ പ്രാർത്ഥന എനിക്ക് തരാമോ എന്ന്. എല്ലാ പ്രാർത്ഥനയ്ക്കും അതിൻ്റേതായ അനുഗ്രഹമുണ്ട്. നമ്മുടെ വിശ്വാസമാണ് പ്രാർത്ഥന വഴി തുറക്കുന്നത്, പ്രാർത്ഥനയിലൂടെ നമ്മുടെ വഴി തുറക്കുന്നത്. വിശ്വാസമില്ലാതെ നമ്മൾ പ്രാർത്ഥിച്ച, ഒരു ജോലി ചെയ്യുന്ന പോലെ നമ്മൾ പ്രാർത്ഥിച്ച ഒരിക്കലും നമുക്ക് ഉത്തരം കിട്ടില്ല. വിശ്വാസത്തോടെ ഒരുപാട് പേർക്ക്, കുട്ടികളില്ലാതിരുന്ന ഒരുപാട് പേർക്ക് ഈ ഗ്രൂപ്പിലൂടെ അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് പേരുടെ സാക്ഷ്യം വോയിസും ടെക്സ്റ്റ് മെസ്സേജുമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാറുമുണ്ട്. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.